പ്രിയമുള്ളവരെ, അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടം എന്തിനാണ് യുദ്ധം ചെയ്തത്? ഇസ്ലാമിലെ വ്യക്തികൾക്കോ വ്യക്തികളുടെ സംഘങ്ങളായ ഗ്രൂപ്പുകൾക്കോ സായുധ പ്രവർത്തനങ്ങൾ നടത്താൻ അധികാരമില്ല എന്ന് പൂർവ്വകാല പണ്ഡിതന്മാർ അസന്നിഗ്ധമായി പറയുന്നത് കാണാൻ കഴിയും. സായുധ പ്രവർത്തനങ്ങൾ എന്നത്, യുദ്ധം എന്ന് പറയുന്നത് ഭരണകൂടത്തിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. അതേസമയം ഒരു മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു നാട് വൈദേശിക ശക്തികളാൽ അവരുടെ സമ്മതമില്ലാതെ അധിനിവേശത്തിന് വിധേയമായാൽ ആ നാട്ടിൽ എല്ലാവർക്കും ആ അധിനിവേശ ശക്തിക്കെതിരായ ചെറുത്തുനിൽപ്പിനുള്ള അവകാശം, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ട്. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്കും ബ്രിട്ടീഷുകാർ മൊത്തത്തിൽ ഇന്ത്യയിലേക്കും ഒക്കെ വന്നപ്പോൾ അതിനെതിരായ സായുധ പോരാട്ടങ്ങൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തതും മുസ്ലിം സമൂഹം അത്തരം പോരാട്ടങ്ങളിൽ അണിനിരന്നതും എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാം യുദ്ധം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കോസ്, അറബിയിൽ ഇല്ലത്ത് എന്ന് പറയും. അത് ദൈവനിഷേധമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ നിഷേധിക്കുക, ഇസ്ലാം സ്വീകരിക്കാതിരിക്കുക എന്നതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. തെറ്റാണത്. കാരണം ദൈവനിഷേധം ആണ് യുദ്ധത്തിൻ്റെ കാരണമെങ്കിൽ ആ കാരണം എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ആ കാര്യം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ യുദ്ധം ഉണ്ടാകണം. ആ കാരണമുള്ളയിടത്തെല്ലാം ദൈവനിഷേധം അല്ലെങ്കിൽ ഇസ്ലാമിനെ അംഗീകരിക്കാതിരിക്കുക എന്നത് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ യുദ്ധം എന്ന് പറയുന്ന കാര്യവും ഉണ്ടാവണം. ഇസ്ലാമിക രാഷ്ട്രത്തിനകത്തു തന്നെ മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാരുണ്ട്, സംരക്ഷിത പൗരന്മാർ, ദിമ്മികൾ എന്ന് പറയുന്നവരുണ്ട്. അവരും ഇസ്ലാമിനെ അംഗീകരിക്കാത്തവരാണ്. പക്ഷെ അവരോട് യുദ്ധമില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധത്തിൻ്റെ കാരണം ഇസ്ലാമിനെ നിഷേധിക്കുക എന്നതല്ല എന്നാണ്. ഇനി അത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കാര്യമാണെങ്കിൽ എത്രയോ സമൂഹങ്ങളുമായിട്ട്, മുസ്ലിങ്ങളല്ലാത്ത, ഇസ്ലാമിനെ അടിത്തറയാക്കാത്ത, ഇസ്ലാമിനെ അംഗീകരിക്കാത്ത എത്രയോ ഗോത്രങ്ങളുമായും രാഷ്ട്രങ്ങളുമായും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം കരാറുകളിൽ ഏർപ്പെടുന്നുണ്ട്. അവരോട് യുദ്ധമില്ല. കരാറുകൾ, അവരോടുള്ളത് കരാറാണ്. ഖുർആനിൽ യുദ്ധത്തെക്കുറിച്ച പരാമർശം മാത്രമല്ല, കരാറുകളെക്കുറിച്ച പരാമർശങ്ങളും കാണുവാൻ സാധിക്കും. അപ്പോൾ യുദ്ധത്തിൻ്റെ കാരണം ദൈവനിഷേധമോ ഇസ്ലാം നിഷേധമോ അല്ല. ഞാൻ മുൻ ക്ലാസ്സുകളിൽ വിവരിച്ച കാര്യമാണ്. ഇന്ന് നമ്മൾ ജനാധിപത്യപരമായ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നവയുടെ സംരക്ഷണത്തിന്, അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ദിമ്മികൾ, സംരക്ഷിത പൗരന്മാർ, അവരോട് ഈടാക്കുന്ന നികുതിയായ ജിസിയ, ഇത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ ദിമ്മി എന്നതും ജിസിയ എന്ന് പറയുന്നതും ഒരു അടിസ്ഥാനമല്ല, ഒരു ഇളവാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ എപ്പോഴും ദിമ്മികളായി നിൽക്കണം, അവരെപ്പോഴും ജിസിയ നൽകണം എന്നതല്ല ഇസ്ലാമിൻ്റെ നിലപാട്. അവർക്ക് അത് രണ്ടും ഒഴിവാക്കിയിട്ട് മറ്റ് മുസ്ലിങ്ങളെപ്പോലെ തന്നെ പൗരന്മാരാകാം. പക്ഷേ ഈ ഇളവ് നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മുമ്പ് വ്യവസ്ഥാപിതമായ സൈന്യം, പ്രൊഫഷണലായ മിലിറ്ററി ഇല്ലാത്ത ഒരു കാലത്ത് എല്ലാ ആളുകളും, പ്രത്യേകിച്ച് എല്ലാ പ്രായപൂർത്തിയായ പുരുഷന്മാരും സൈനികർ എന്നതാണ് അന്നത്തെ നില. അപ്പോൾ ആ സൈന്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ കൊല്ലപ്പെടാൻ, രക്തസാക്ഷികളാകാനുള്ള സാധ്യതയുണ്ട്. അത് നിർബന്ധ ബാധ്യതയാക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ അനീതിയില്ല. അവർ അതിൽ കൊല്ലപ്പെട്ടാലും സ്വർഗത്തിൽ പോകുമെന്നാണ് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാത്തവരെ അതിന് നിർബന്ധിക്കുന്നതിൽ അനീതിയുണ്ട്. അപ്പോൾ അവർക്ക് ഇളവ് നൽകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ദിമ്മി എന്ന് പറയുന്നത്. ഇനി ഒരാൾക്ക് ഇളവ് വേണ്ട, ഒരു വ്യക്തിക്കോ ഒരു ഗോത്രത്തിനോ സമൂഹത്തിനോ, അവർ മുസ്ലിങ്ങളല്ലാതിരിക്കത്തന്നെ ഞങ്ങൾക്ക് ഈ ഇളവ് വേണ്ട, ഞങ്ങൾ സൈന്യത്തിൽ ചേരാം എന്ന് പറഞ്ഞാൽ അവർ ദിമ്മികളല്ല, അവർ മുസ്ലിങ്ങളെപ്പോലെ തന്നെയുള്ള പൗരന്മാരാകും. ഇതേപോലെ തന്നെയാണ് സക്കാത്ത്. മുസ്ലിങ്ങൾ വലിയ എമൗണ്ട് സക്കാത്തായിട്ട് നൽകുന്നു, അതിനവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാത്തവരോട് അത്രയും വലിയ തുക നികുതിയായി വാങ്ങുന്നതിൽ അന്യായമുണ്ട്. അതുകൊണ്ട് അത് നൽകേണ്ടതില്ല. അങ്ങനെയാണ് അവർക്ക് ഈ ഒരു സവിശേഷ പൗരത്വം, സംരക്ഷിത പൗരത്വം നൽകുന്നത്. ഇനി ഒരു കൂട്ടർക്ക് അത് വേണ്ട, അതിലൊരു കുറച്ചിലുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് സക്കാത്ത് നൽകിക്കൊണ്ട് തന്നെ പൂർണ്ണ പൗരന്മാരാകാനുള്ള സാധ്യതയും ഇസ്ലാം നൽകുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തയിടത്തും ഇസ്ലാം ഒരു വിമോചന ശക്തിയാണ്. അത് യുദ്ധത്തിലൂടെയല്ല. കാരണം യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഭരണകൂടത്തിന് മാത്രമാണ്. അതേസമയം മുസ്ലിങ്ങൾ ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു പൗരസമൂഹം, സിവിൽ സൊസൈറ്റി എന്ന നിലക്ക് അവർക്ക് നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ എന്തെല്ലാമാണോ ചെയ്യാൻ കഴിയുക
അത് ചെയ്തുകൊണ്ട് ഇസ്ലാം ആ സമൂഹത്തിൽ ഒരു വിമോചന ശക്തിയായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ ചരിത്രം അതിൻ്റെ നല്ല ഉദാഹരണമാണ്. കേരളത്തിൽ മമ്പുറം തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ, അദ്ദേഹം ജീവിച്ചത് ഇവിടെ ജാതി മേധാവിത്വവും ജന്മിത്വവും ബ്രിട്ടീഷ് ആധിപത്യവും നിലനിന്നിരുന്ന കാലത്താണ്. ഈ മൂന്നിനെതിരായുമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നത് കാണാൻ കഴിയും. അദ്ദേഹം ജാതിയിൽ താഴ്ത്തപ്പെട്ട മനുഷ്യരോട് നിങ്ങൾ എച്ചിൽ തിന്നരുത് എന്ന് പറയുന്നുണ്ട്. അന്ന് ആളുകൾക്ക് ജമ്മിമാർ, ജാതി തമ്പുരാക്കന്മാർ എച്ചിലാണ് ഭക്ഷണമായിട്ട് നൽകിയിരുന്നത്. അതിന് മമ്പുറം തങ്ങൾ പറഞ്ഞ കാരണം ദൈവം മനുഷ്യനെ ആദരിക്കുകയും നല്ലതാഹരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലക്കത് കറംന ബനി ആദം വറദഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. അതേപോലെ അന്ന് ജമ്മിമാരെ, ജാതിത്തമ്പുരാക്കന്മാരെ തമ്പ്രാൻ എന്ന് വിളിക്കണം. മമ്പുറം തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങളോട് മാത്രമല്ല, ജാതിയിൽ താഴ്ത്തപ്പെട്ട മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളും അന്ന് കുടിയാന്മാരായിട്ട് ജീവിക്കുന്ന കാലമാണ് ജമ്മിത്വത്തിന് കീഴിൽ. നിങ്ങൾ അവരെ രണ്ടു കൂട്ടരോടും പറഞ്ഞു തമ്പ്രാൻ എന്ന് വിളിക്കരുത്, കാരണം തമ്പിരാൻ ദൈവം മാത്രമാണ്, അല്ലാഹു അക്ബർ. അപ്പം ഇങ്ങനെ ഇന്ന് ഈ വളരെ പിൽക്കാലത്ത് പോലും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും മുതലായ മുദ്രാവാക്യങ്ങളൊക്കെ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. അതിനെതിരായിട്ട് നൂറ്റാണ്ടുകൾക്ക്, ഒന്നും രണ്ടും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മമ്പുറം തങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. കാരണം അത് ഇസ്ലാം മനുഷ്യനെ വിമോചിപ്പിക്കുന്നു അല്ലെങ്കിൽ അത്തരം വിമോചനാത്മകമായ ആശയങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സ്ത്രീകളുടെ വിമോചനം, സ്ത്രീകളെ എല്ലാ കാലത്തും ചരിത്രത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ളൊരു വിഭാഗമാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അവരെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു കാലം വരും അന്ന് ഹീറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്ന കാലം വരും. സ്ത്രീകളെ ഇത്തരം അടിച്ചമർത്തലുകളിൽ നിന്ന്, പുരുഷന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നത് പ്രവാചകൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും, ഇപ്പോൾ ഭൂമി ഇല്ലാത്ത മനുഷ്യർ, ബംഗാളിൽ ഫറായിൽ മൂവ്മെൻറ്റ് എന്നൊരു പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയും. അവർ പറഞ്ഞത് ഭൂമി ദൈവത്തിൻ്റെ ഭൂമിയാണ്, അല്ലർലു അർലുല്ലാഹി എന്നതാണ്. അപ്പോൾ അത് ജമ്മിത്തം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന വാദമാണ്. അങ്ങനെ ജന്മം കൊണ്ട് മാത്രം ആരും ഭൂമിയുടെ അവകാശികളല്ല, മറിച്ച് ഈ ഭൂമി ദൈവത്തിൻ്റെ ഭൂമിയാണ്. ദൈവത്തിൻ്റെ ഭൂമിയാണെങ്കിൽ ആ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ അടിമകളായ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് എന്ന ആശയമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സമാപിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഇസ്ലാം എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ഒരാശയമാണ്. അതേപോലെ തന്നെ പാരത്രികമായ മോക്ഷം വാഗ്ദാനം ചെയ്യുന്ന ആശയവുമാണ്. രാഷ്ട്രമുള്ള സമയത്ത് രാഷ്ട്രത്തിൻ്റെതായ രീതിയിലും, രാഷ്ട്രമില്ലാത്ത സമയങ്ങളിൽ ഒരു സമൂഹം എന്ന നിലക്ക് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടും മനുഷ്യരെ ജാതീയമായ ജമ്മിത്വത്തിൻ്റെതായ, സാമ്രാജ്യത്വത്തിൻ്റെതായ, പുരുഷമേധാവിത്വത്തിൻ്റെതായ, മുതലാളിത്തത്തിൻ്റെതായ എല്ലാ ചൂഷണങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുവാനാണ് ഇസ്ലാം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും.